അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇങ്ങനെ നിന്നാ മതിയോ? ഉറങ്ങണ്ടേ? കള്ളച്ചിരിയോടെ അവളെ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് വിച്ചു ചോദിച്ചു. അവൾ അവനെ നോക്കി ഒന്ന് ഇരുത്തി മൂളി. പാവല്ലടി നിന്റെ വിച്ചേട്ടൻ. അവളെ നോക്കി നിഷ്കുഭാവത്തിൽ അവൻ ചോദിച്ചു. പിന്നെ പാവമാണ്. അവൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തിരിഞ്ഞവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി കണ്ണിലേക്ക് നോക്കി. അവൾ പുരികം പൊക്കി അവനോട് ചോദിച്ചു. അത് പിന്നെ ഒത്തിരി നാളായില്ലേ നിന്നെ ഇങ്ങനെ അടുത്ത് കിട്ടിയിട്ട്? അവളെ നോക്കി കണ്ണിച്ചിമ്മി പറയുന്നവനെ കാണെ അവളിൽ നാണം നിറഞ്ഞു. അതുകൊണ്ട് എങ്കിലും പതർച്ച മറച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ എടുക്കാൻ പോകുക. അവളുടെ നെറ്റിയിലൊരു സ്നേഹചുംബനം നൽകി പറഞ്ഞവൻ. അവൾ ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു. അവൻ അവളെ എടുത്തു പൊക്കി റൂമിലേക്ക് നടന്നു. ബാൽക്കണിയുടെ വാതിൽ കാലുകൊണ്ട് തള്ളിയടച്ച് അവളെ ബെഡിലേക്ക് കിടത്തി. ശേഷം സുഖമായി ഉറങ്ങുന്ന ദേവൂട്ടിയെ തൊട്ടടുത്ത സോഫയിലേക്ക് മാറ്റി കിടത്തിയവൻ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അവൾ. അവൻ അടുത്തെത്തിയതും അവൾ ഇരുകൈയും ഉയർത്തി അവനെ വിളിച്ചു. അവൻ തൻ്റെ ഷർട്ട് അടിച്ചു മാറ്റിയ ശേഷം അവളിലേക്ക് ചാഞ്ഞു. അവളുടെ മുകളിലായി വന്ന് നെറ്റിത്തടത്തിൽ ചുണ്ടമർത്തി. ശേഷം ചുണ്ടുകളെ ചിമ്മാൻ മറന്നു നിൽക്കുന്ന കണ്ണുകളിലേക്ക് ഇഴച്ചിറക്കി. അവൾ ഒരു ചിരിയോടെ ഏറ്റുവാങ്ങി. അവളുടെ ഇരുകവളിലും ചുണ്ട് ചേർത്തവൻ വിറയാർന്ന ഇണയെ തേടുന്ന ചുവന്ന ചുണ്ടുകളിലേക്ക് ചേക്കേറി. അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ മേലുള്ള പിടിമുറുക്കി. അവൻ അല്പം കൂടി അവളുടെ ദേഹത്തേക്ക് ചേർന്നു. അവൻ അവളുടെ ചുണ്ടുകളിലെ തേൻ മൃദുവായി നുണഞ്ഞെടുത്തു. അവളുടെ കൈവിരലുകൾ അവൻ്റെ നഗ്നമായ മേനിയിൽ ഇഴഞ്ഞു നീങ്ങി. അവൻ അവളെ നോവിക്കാതെ ചുണ്ടുകളിൽ തേൻ നുകർന്നുകൊണ്ട് ശ്വാസം പകർത്തു നൽകി. ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രണയം അവൾക്കായി ഒഴുക്കിവിടാൻ വെമ്പിൽ കൊള്ളുവായിരുന്നു വിച്ചുവിൻ്റെ മനസ്സും ശരീരവും. ഒപ്പം അത് ഏറ്റുവാങ്ങാൻ ഗാഥയും. അവൻ്റെ നാവും പല്ലും അവളുടെ ചുണ്ടുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ മുതുകിൽ നഖങ്ങളാഴ്ത്തി. അവളോടുള്ള അടങ്ങാത്ത പ്രണയത്തിൽ അതൊന്നൊരു വേദനയായി അവന് തോന്നിയില്ല. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവളിൽ നിന്നും തൻ്റെ ചുണ്ടുകളെ അടർത്തി മാറ്റുമ്പോൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടപ്പടക്കാൻ പാടുപെടുകയായിരുന്നു അവൻ്റെ പെണ്ണ്. അവൻ ഒരു ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. വളർന്നു വരുന്ന കുറ്റിരോമങ്ങൾ അവളിൽ ഇക്കിളി ഊട്ടി. അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചുപോയി. അവൻ തൻ്റെ ചുണ്ടുകളെ കഴുത്തിൽ ഓരോ അണുവിലും പതിപ്പിച്ചു. എന്നിട്ടും മതിവരാതെ അവളുടെ കഴുത്ത് നീലഞ്ഞരമ്പിൽ പല്ലുകൾ ആഴ്ത്തി. വിച്ചേട്ടാ. അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവനൊന്ന് മൂളിക്കൊണ്ട് ചുണ്ടുകളെ താഴേക്ക് അരിച്ചിറക്കി. അവൻ്റെ ചുണ്ടുകളുടെ ചലനത്തിന് തടസ്സമായി ഉടയാടകൾ അവൻ തൻ്റെ കയ്യാലെ അവളിൽ നിന്നും വേർപ്പെടുത്തി. അവൾ നാണത്തോടെ മുഖം പൊത്തി. ആ കൈകൾ അഴ്ത്തിമാറ്റി തൻ്റെ കൈകളാൽ കോർത്തു പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം ചേർത്തവൻ. അവളുടെ മാറിലെ ഓരോ അണുവിലും ചുണ്ടുകളാൽ ഓടിച്ചു വിട്ടവൻ. ഒടുവിൽ ചുണ്ടുകൾക്ക് പകരം നാവും പല്ലും അവളുടെ മാറിടങ്ങളിൽ കളം വരച്ചു. വിച്ചേട്ടാ. അവളിൽ നിന്നും ഉയർന്നു വന്ന സീൽക്കാരങ്ങൾ അവനിൽ വികാരങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. അവൻ തൻ്റെ ചുണ്ടുകളെ അവളുടെ അണിവയറിലേക്ക് ചേർത്തു. അവിടെ നിന്നും അണിവയറിലെ പൊക്കിൽ ചുഴിയുടെ ആഴങ്ങളിലേക്ക് അവൻ ചുണ്ടും പല്ലും നാവും കൊണ്ട് നുണഞ്ഞെടുത്തു. അവൻ്റെ ഓരോ ചലനവും അവളെ തളർത്തിക്കൊണ്ടിരുന്നു. അവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ടവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടിരുന്നു. അവൾ ഒരാശ്രയത്തിനെന്നോണം അവൻ്റെ മുടിയിൽ കൊരുത്തു പിടിച്ചിരുന്നു. പിന്നെയും അവൻ്റെ ചുണ്ടുകൾ താഴേക്കൊഴുകി. ഒടുവിൽ വികാര തീവ്രതയിൽ ആ രാത്രി അവൻ തൻ്റെ പെണ്ണിൽ പെയ്തിറങ്ങി. അവൻ നൽകിയ നോവിൽ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുള്ളിയെപ്പോലും ഒഴുകാൻ അനുവദിക്കാതെ അവൻ തൻ്റെ ചുണ്ടുകളാൽ അതും ഒപ്പിയെടുത്തു. ഒരു തോരാ മഴയായി അവൻ തൻ്റെ പെണ്ണിനെ വീണ്ടും പൂർണ്ണയാക്കി. അവളുടെ പാതി മെയ്യായി മാറി. 3 വർഷത്തിനു ശേഷമുള്ള കൂടിച്ചേരലിനാൽ പ്രകൃതി പോലും കൂട്ടിനിന്നപ്പോൾ പുറത്ത് ചാറ്റൽ മഴ പെയ്തിറങ്ങി. ആ തണുപ്പിൽ അവൻ്റെ പ്രണയത്തിൻ്റെ വികാരത്തിൽ കാമത്തിൻ്റെ തീവ്രതയിൽ അവർ ഒന്നായി ചേർന്നിരുന്നു. ഒടുവിൽ അവൻ്റെ വിയർത്തൊലിച്ച നഗ്നമായ നെഞ്ചിൽ അവളെ എടുത്തു കിടത്തുമ്പോൾ അവനിൽ ഒരു നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഒപ്പം ചില ഉറച്ച തീരുമാനങ്ങളും. അവളിലെ നഗ്നതയെ മൂടുപടം നൽകിക്കൊണ്ട് അവൻ പുതപ്പെടുത്ത് മൂടി അവളെ കൂടുതൽ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് അവളുടെ മുടിയിൽ പതിയെ തലോടി. അല്പനേരം കഴിഞ്ഞതും ചിന്തകൾക്ക് വിരാമമിട്ടവൻ തൻ്റെ നെഞ്ചിലേക്ക് നോക്കി. അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിഷ്കളങ്കമായി ഉറങ്ങിയിരുന്നു അവൻ്റെ പെണ്ണ്. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ബെഡിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയും ഒന്ന് നോക്കിയവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അമ്മേ. മുത്തശ്ശി മുറിയിലേക്ക് ചെന്നുകൊണ്ട് വാസുദേവൻ വിളിച്ചു. കട്ടിലിരുന്നു കൊണ്ട് എന്തോ വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. അയാളുടെ വിളി കേട്ടതും കണ്ണട കണ്ണിൽ ഒന്നുകൂടി അമർത്തിക്കൊണ്ട് തല ഉയർത്തി നോക്കി. ആ ദേവ, ഇരിക്ക്.
അയാളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ട് കണ്ണുകൊണ്ട് വീണ്ടും ആ പത്രപേപ്പറിലേക്ക് നീണ്ടിയിരുന്നു. അമ്മേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, അയാൾ തുടക്കമെന്നോണം പറഞ്ഞു. നീ പറഞ്ഞോളൂ കുട്ടിയെ. അവർ അയാളെ നോക്കി. ബാലയുടെയും ഗൗരിയുടെയും കാര്യ. അയാൾ തുറന്നിട്ട ജനാലയിലൂടെ പുറത്തേക്ക് നോട്ടമെയ്തു. കുട്ടികളുടെ കാര്യം എന്താ? അവർ സംശയത്തോടെ ചുളിവ് വീണ് നെറ്റിത്തടങ്ങൾ ഒന്നുകൂടി ചുളിച്ചു. അവരുടെ കല്യാണക്കാര്യം തന്നെ. ബാലയ്ക്കൊരു ആലോചന വന്നിട്ടുണ്ട്. കുറച്ച് തെക്കൂന്ന വാമന ഇല്ലം. അവിടുത്തെ വലിയ തിരുമേനിയുടെ രണ്ടാമത്തെ പുത്രൻ. എന്തോ ബിസിനസ്സാണ് ചെയ്യുന്നേ, ബ്രോക്കർ നമ്പ്യാർ പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. കേട്ടിടത്തോളം വലിയ തിരക്കേടില്ല, അയാൾ പറഞ്ഞു നിർത്തി. ഓ, അപ്പോൾ ഗൗരിക്കുട്ടിയുടെ കാര്യമോ? മുത്തശ്ശി ചോദിച്ചു. അത് കലയോട് സംസാരിച്ചിട്ടില്ല. അവളോടും അച്ഛനോടും സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം. അവർ വരട്ടെ, അദ്ദേഹം ഒന്ന് നിടവേർപ്പെട്ടു. ശ്രീകല ശേഖരനെയും കൊണ്ട് ആയുർവേദ മഠത്തിലാണ്. ശേഖരൻ്റെ കാലിന് ചെറിയ തേയ്മാനമുള്ളതിനാൽ ഉഴിച്ചിലും പിഴിച്ചിലും നടത്താറുണ്ട്. ഇടയ്ക്ക് പോകാറുള്ളതിൽ തറവാട്ടിൽ നിന്നും മറ്റാരും പോകാറില്ല. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചെത്തും. അതാണ് പതിവ്. ശരിയാ നീ പറഞ്ഞേ. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, ഇനിയും കലമോളെ സങ്കടപ്പെടുത്തേണ്ട. ഗൗരിയുടെ കാര്യത്തിലല്ലേ അവൾക്ക് ആദ്യം മുഴുവനും. മുത്തശ്ശി ആരോടൊന്നില്ലാതെ പുലമ്പി. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, അമ്മ വിശ്രമിച്ചോളൂ. അയാൾ അവരുടെ കാലിൽ ഒന്ന് തൊട്ട ശേഷം പുറത്തേക്കിറങ്ങി. കൃഷ്ണ, ഗുരുവായൂരപ്പ, എൻ്റെ കുട്ടികളെ കാത്തോളണേ. മുത്തശ്ശി ചുവരിലെ കൃഷ്ണൻ്റെ ചിത്രത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ധനുട്ട, ശ്രീയുടെ നെഞ്ചിൽ തലവെച്ചുറങ്ങുവായിരുന്നവളെ അവൻ പതിയെ തട്ടി വിളിച്ചു. അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖവും ചേർത്തുറങ്ങി. എടി പെണ്ണെ, എണീറ്റേ, എനിക്കൊന്ന് പുറത്തു പോകണം. ശ്രീ വീണ്ടും അവളെ തട്ടി വിളിച്ചു. ശ്രീയേട്ടാ, അവൾ ചിണുങ്ങി. എന്താടാ? അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. പോവണ്ട, അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, പോയേ പറ്റൂ, അർജന്റാണ്. അവൻ അവളുടെ മുടിയിൽ ചുംബിച്ചു. എന്ന് ഞാനും വരട്ടെ? അവനെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് ചോദിക്കുന്നവളെ നോക്കി അവൻ കണ്ണുരുട്ടി. മോറു പെണ്ണെ, കുഞ്ഞു കളിക്കാതെ. അവൻ അവളെ പിടിച്ചു മാറ്റി എഴുന്നേറ്റ് അഴിഞ്ഞു പോകാനായി മുണ്ടെടുത്ത് ചുറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അവൾ തലയിണയെ കെട്ടിപ്പിടിച്ച് കമിഴ്ന്ന് കിടന്നുറങ്ങി. അവൻ ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് വരുമ്പോഴും അവൾ ഉറങ്ങുമായിരുന്നു. അവനൊരു കുസൃതിയോടെ അവളുടെ പുതപ്പൽപ്പം താഴ്ത്തി തൻ്റെ മുടിയിലെ വെള്ളം അവളുടെ ദേഹത്തേക്ക് തെറിപ്പിച്ചു. ശ്രീയേട്ടാ, അവൾ ചാടി എണീറ്റു. ഇങ്ങനൊന്ന് ചാടി എണീക്കില്ല പെണ്ണെ, എനിക്ക് പുറത്തു പോകാനുള്ളതാ. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് കാണിച്ചാൽ ഞാൻ പിന്നെ പോക്ക് മാറ്റേണ്ടി വരും. ഒരു കള്ളച്ചിരിയോടെ ചുണ്ട് കടിച്ചുകൊണ്ട് പറയുന്നവനെ നോക്കി അവൾ പുതപ്പെടുത്ത് ചുറ്റി ബെഡിലേക്ക് കിടന്നു. വഷളൻ, ഈ ശ്രീയേട്ടൻ്റെ നാണവും ഇല്ല. അവൾ ഓരോന്ന് പെറുപുറത്തോണ്ട് മുഖം തിരിച്ചു. ഞാനെന്തിനാണ് ഇതാണിക്കുന്നേ? ഞാൻ എൻ്റെ കെട്ടിയോളോട് അങ്ങനെ പലതും പറയും. അതും പറഞ്ഞവൻ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് മുടി ചെയ്യുവാൻ തുടങ്ങി. അല്ല, ആരെ കാണാനാ ഇത്ര അർജൻറ്റായിട്ട് പോണേ? അവൾ ബെഡിൽ നിന്നും തല ഉയർത്തി അവനെ നോക്കി. അതൊക്കെ ഉണ്ട്. എന്നെ ഒരു ദിവസം കാണാതെ വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരാൾ കാണാനാ പോണേ. അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അതാരാ? അവൾ വീണ്ടും ചോദിച്ചു. പറയൂല. ശ്രീയേട്ടാ, അവൾ കൊഞ്ചിക്കൊണ്ട് ബെഡിൽ നിന്നും എണീറ്റു. നീ ആദ്യം പോയി തുണി ഉടുക്ക് പെണ്ണേ. അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. തുണിയൊക്കെ ഉടുക്കാം, ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അവൾ അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. നീ എണീറ്റ് പോയ ധനു, ചുമ്മാ. അവനാകെ കിളിപോയ അവസ്ഥയിൽ പറഞ്ഞു. ശ്രീയേട്ടാ, ഈ പെണ്ണെന്നെ ചീത്തയാക്കും. നെറ്റിയിൽ തടവിക്കൊണ്ടവൻ അവളെ നോക്കിയതും അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടിയിരുന്നു. അച്ചോടാ, ഏട്ടൻ്റെ വാവയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ചുണ്ടുകൂട്ടി മുഖം തിരിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ താടിയിൽ പിടിച്ച് തനിക്ക് നേരെ ആക്കി ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ആരെ കാണാനാ പോണേ? ചുണ്ട് പിളർത്തിക്കൊണ്ട് ചോദിക്കുന്ന പെണ്ണിനെ കണ്ടതും അവനിലും വാത്സല്യം നിറഞ്ഞു. അറിയണോ? നിർബന്ധ? അവൻ കുസൃതിയോടെ ചോദിച്ചു. നിർബന്ധ, അറിഞ്ഞേ പറ്റൂ. അവളും വിട്ടുകൊടുത്തില്ല. മനുവിനെ കാണാൻ ഒരു ചിരിയോടെ പറയുന്നവനെ കണ്ണു തള്ളി നോക്കി അവൾ. അയ്യേ ചമ്മി. അവൾ ചമ്മലോടെ മുഖം പൊത്തി. അവൻ അവളുടെ കൈകൾ അടർത്തി മാറ്റി. എന്തേ, ഇപ്പം സമാധാനമായോ? അവൻ ചോദിച്ചതും അവൾ ചമ്മലോടെ അവനെ നോക്കി. അതെ, ശ്രീയേട്ടൻ എൻ്റെയാ, എൻ്റെ മാത്രം. മറ്റാർക്കും സ്വന്തമാവാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. നിഷ്കളങ്കമായുള്ള അവളുടെ വാക്കുകൾ അവനിൽ പുഞ്ചിരി വിരിയിച്ചു. അതെല്ലോ, ഞാൻ ഇന്നും എൻ്റെ ധനൂട്ടൻ്റെ തന്നെയാണല്ലോ. ധനൂട്ടൻ പറയാതെ ഞാൻ എങ്ങോട്ടും ചലിക്കില്ല. അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചവൻ. അതെ, വിട്ടെ, ഞാൻ പോയിട്ട് വരട്ടെ. അവളിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ വിടൂല. അവളിൽ കുസൃതി നിറഞ്ഞു. പെണ്ണെ വിട്ടെ, മതി സ്നേഹിച്ചത്. അവൻ ശക്തിയിൽ അവളിൽ നിന്നും അടർന്നു മാറി. അവൾ വീണ്ടും അവനെ നോക്കി ചുണ്ടുകൂട്ടി.
ബാക്കി ഞാൻ വന്നിട്ട് സ്നേഹിക്കാം. അവളുടെ ചുണ്ടിലൊരു ചുംബനം നൽകി അവൻ എഴുന്നേറ്റ് വേഗം ഷർട്ട് എടുത്തിട്ടു. വേഗം പോയി കുളിച്ചിട്ട് വന്നേ, ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് നിന്നെ ഉമ്രത്ത് കാണണം. തന്നെ കണ്ണിമ വയ്ക്കാതെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ പാളി നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. കാരണം പെണ്ണിൻ്റെ ഇരിപ്പ് അത്ര പന്തിയല്ല. അവനെ നോക്കി വീർപ്പിച്ച മുഖം ഒന്നുകൂടി വീർപ്പിച്ചുകൊണ്ട് പുതപ്പ് വാരി ചുറ്റി അവൾ ബാത്റൂമിലേക്ക് പോയി. എൻ്റെ ദൈവമേ, ഇവൾ ഇങ്ങനെ തുടങ്ങിയ ഞാൻ ലോങ് ലീവ് എടുക്കേണ്ടി വരും ഈ ജീവിതകാലം മുഴുവൻ. അവൻ മുകളിലേക്ക് നോക്കി കൈമലർത്തി. എന്താണൊരാലോചന? വാതിൽ നിന്നും ഗൗരവമേറിയ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ ആക്ഷൻസ് എല്ലാം നോക്കി ചിരിയോടെ നിൽക്കുമായിരുന്നു വാസുദേവൻ. ഏയ് ഒന്നുമില്ല അച്ഛാ, അവൻ പറഞ്ഞതും അയാൾ അകത്തേക്ക് വന്നു. മോളെവിടെ? അയാൾ മുറിയെല്ലാം കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. കുളിക്കാൻ പോയി അച്ഛാ. നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ശ്രീ? അയാൾ സംശയത്തോടെ അവനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, മനുവിനെ ഒന്ന് കാണാൻ പോകാൻ നിൽക്കുമായിരുന്നു, അച്ഛൻ പറഞ്ഞോളൂ, അവൻ മറുപടി നൽകി. ആ, അല്പം സീരിയസ് ആണ്, മോൻ പോയിട്ട് വരൂ, എന്നിട്ട് സംസാരിക്കാം, തിടുക്കപ്പെട്ട് പറയണ്ട, സമയമുണ്ടല്ലോ. അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ശരി അച്ഛാ, അവൻ പറഞ്ഞതും അയാൾ അവൻ്റെ തോളിൽ നിന്ന് തട്ടി പുറത്തേക്ക് പോയി. എന്നാലും അച്ഛൻ എന്താവും പറയാനുള്ളത്? സീരിയസ് ആണെന്നാണല്ലോ പറഞ്ഞത്. ആ, എന്താണേലും പോയി വന്നിട്ട് ചോദിക്കാം. അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വാച്ചെടുത്ത് കയ്യിൽ കെട്ടി. ശ്രീകേട്ട. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്നും ധനുവിൻ്റെ വിളി ഇങ്ങെത്തി. എന്താടി? അവൻ വിളിച്ചു ചോദിച്ചു. ആ ടവലൊന്ന് എടുത്തു തരുമോ? കൊഞ്ചിയുള്ള ചോദ്യം മറുപടിയായി. ഓ പിന്നെ, നിനക്ക് ടവലെടുത്ത് തരലല്ലേ എൻ്റെ പണി, അവൻ കുസൃതിയോടെ പറഞ്ഞു. ദേ മനുഷ്യ, എടുത്തു തന്നില്ല ഞാൻ ഈ നിന്ന നിൽപ്പിൽ അങ്ങോട്ട് ഇറങ്ങി വരും, പിന്നെ നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ലെന്ന് വരും. അവനുള്ള മറുപടി ഉരുളക്കുപ്പേരി പോലെ അവൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. അയ്യോ വേണ്ട, തരാമേ. അവൻ ടവലെടുത്തുകൊണ്ട് ഓടിച്ചെന്നു. ആ, അങ്ങനെ വഴിക്കുക, അവൾ ഗമയോടെ പറഞ്ഞുകൊണ്ട് പാതി തുറന്ന വാതിലൂടെ തലയിട്ട് നോക്കി ടവൽ വാങ്ങി അവനെ നോക്കി കൊഞ്ഞനം കുത്തി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കുറുമ്പി, അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി വാതിലടച്ചു. കുളി കഴിഞ്ഞു വന്ന് ധനുവിൻ്റെ കയ്യിൽ കൈച്ചേർത്തവൻ താഴേക്ക് നടന്നു. ഓ, ഇണക്കുരുവികൾ എത്തിയല്ലോ, ബാല അടുത്തിരുന്ന ഗൗരിയോട് പറഞ്ഞു. കത്തുന്നൊരു നോട്ടമായിരുന്നു മറുപടി. നീ എന്തിനാടി എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ബാല അവളെ നോക്കി ചോദിച്ചു. നീ ഒന്ന് എണീറ്റ് പോയി അമ്മു. അയ്യടാ, നിനക്ക് പറ്റില്ലേ, നീ പൊടി. അവളെ നോക്കി ചുണ്ടുകൂട്ടി ബാല നേരെ ശ്രീയുടെ മേൽ ദൃഷ്ടിയൂന്നി. എങ്ങോട്ടാ ഏട്ടാ ഈ നേരത്ത്? ബാലയിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാതിരുന്നതിനാൽ ശ്രീയും ധനുവും പരസ്പരം നോക്കി. ധനു ഒരു ചിരിയോടെ ശ്രീയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഞാൻ എങ്ങോട്ട് പോയാൽ നിനക്കെന്താ? അവളുടെ ഒരു കിന്നാരം, അവൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മറുപടി നൽകി. ബാല ആകെ ചമ്മി ഗൗരിയെ നോക്കി. നന്നായി, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അവൾ പതിയെ ചോദിച്ചു. വേണ്ടായിരുന്നു, ഒരാവേശത്തിന് ചോദിച്ചതാ, അവൾ നാവ് കടിച്ചു. ഗൗരി ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി. ശ്രീധനുവിനെയും കൊണ്ട് ഉമ്രത്തേക്ക് നടന്നു. ഗൗരി പതിയെ എണീറ്റ് അവർ കാണാതെ കതകിൻ്റെ മഴവിൽ ഒളിച്ചു നിന്ന് അവരെ വീക്ഷിച്ചു. പോയിട്ട് വരട്ടെ, അവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകി അവൻ. വേഗം വരൂ, അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പിടിച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വരാൻ പെണ്ണേ, എന്നതാ? അവൻ കണ്ണടിച്ച് കവളിൽ തൊട്ട് കാണിച്ചതും അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി. അവനൊന്ന് ഞെട്ടി അവളെ നോക്കി. അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി. ഇതെല്ലാം കണ്ട് കിളി പോയി ഗൗരി വാതിലിൻ്റെ മറവിൽ നിന്ന് റൂമിലേക്ക് ഓടി. വിച്ചേട്ടാ, പോവാം? ദേവൂട്ടി എടുത്തുകൊണ്ട് ഗൗതം റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന വിച്ചുവിനെ നോക്കി ചോദിച്ചു. ഇറങ്ങാം, പക്ഷേ എൻ്റെ സഹധർമ്മിണിയുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിച്ചു അവനെ നോക്കി കണ്ണു ചിമ്മി. ഇവൾ ഇതുവരെ റെഡിയായില്ലേ? നമ്മളേക്കാൾ മുന്നേ പോയതാണല്ലോ. അവൻ വായും പൊളിച്ച് വിച്ചുവിനെ നോക്കി. ഡീ വാവേ, വരുന്നില്ലേ നീ? അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു. ദാ വരുന്നു കുഞ്ഞേട്ടാ. വിച്ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. ആ, ഏട്ടനുള്ള വിളി വന്നു, ചെല്ല്. വാട കുട്ട, നമുക്ക് പോവാം. വിച്ചു അവനെ നോക്കി ചിരിച്ചു. മാമു, ടാറ്റ പോവാ? ദേവൂട്ടി അവൻ്റെ കയ്യിലിരുന്ന് തുള്ളി. ആ, ടാറ്റ പോവാലോ. അവൻ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. വിച്ചു രണ്ടാളെയും നോക്കി ചിരിച്ച് അകത്തേക്ക് ചെന്നു. എന്താടി? അവൻ ചോദിച്ചു. ദേ, ഇത് ശരിയാവുന്നില്ല. സാരിയുടെ ഞൊറി ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഓ, ഇതാണ് കാര്യം, ഇങ്ങോട്ട് വാ. അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ഞൊറി ഓരോന്നോരോന്നായി പിടിച്ച് കൈകൊണ്ട് താഴേക്ക് തേച്ചു വിട്ടു. അവൾ കണ്ണിമ ചുമ്മാതെ അവൻ്റെ ചെയ്തികൾ നോക്കി നിന്നു. കഴിഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. എന്തോ ഒരു കുറവുണ്ടല്ലോ. അവൻ അവളെ ആകമൊത്തം വീക്ഷിച്ച ശേഷം ചെപ്പിൽ നിന്നും സിന്ദൂരം എടുത്ത് അവളുടെ നെറ്റിയിൽ ചുവപ്പിച്ചു. ഇപ്പം കറക്റ്റായി.
അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തവൻ അവൾ കണ്ണടച്ച് ഏറ്റുവാങ്ങി. പോകാം, അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. റൂമിൽ നിന്നും ബാഗുമെടുത്ത് വിച്ചു മുന്നേ നടന്നു. പുറകിലായി അവളും. ആ, നിങ്ങൾ ഇറങ്ങാറായോ? അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അഭി ചോദിച്ചു. ആ, സമയമായി അഭി, വിച്ചു മറുപടി നൽകി. ഇങ്ങ് തന്നേര്, ഞാൻ കാറിൽ വെക്കാം. അവൻ്റെ ബാഗും വാങ്ങി അരുൺ പുറത്തേക്ക് നടന്നു. എങ്ങനെയാ അഭി ഞാൻ നിന്നോട് നന്ദി പറയണ്ടേ? നീ അന്ന് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും ഒറ്റയ്ക്ക്. വിച്ചുവിൻ്റെ സ്വരം ഇടറിയിരുന്നു. അയ്യേ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നീ എന്നോട് നന്ദി പറയുക? അപ്പോൾ എന്നെ നീ അങ്ങനെയാണോ കണ്ടിരിക്കുന്നേ? ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും നീ എന്നും എൻ്റെ കൂടപ്പിറപ്പല്ലേടാ. അവൻ വിച്ചുവിനെ കെട്ടിപ്പിടിച്ചു. എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ശ്രീയും അശ്വിനും, ഒപ്പം ഗാഥയും. അഭിയേട്ടാ, മോളെ സന്തോഷമായിരിക്കണം. ഏട്ടൻ്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ഞാൻ വരും. ചിലത് ചെയ്തു തീർക്കാനുണ്ട്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിച്ചുവിനെ തേടി പോയിരുന്നു.